ചിത്രത്തിൻ്റെ തുടക്കത്തിൽ യോസ എന്ന അന്യഗ്രഹത്തിലെ ജീവികളെയാണ് കാണിക്കുന്നത്. അവിടെയുള്ള അന്യഗ്രഹ ജീവികളെല്ലാം യോസ എന്നു തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. അവർക്ക് ഒരേ ഒരു നിയമമേയുള്ളൂ: ആരാണ് കൂടുതൽ ശക്തൻ, ആർക്കാണ് നന്നായി പോരാടാൻ കഴിയുന്നത് എന്ന് തെളിയിക്കുക. പോരാട്ട മികവും ശക്തിയും കൂടുതലുള്ള യോസയെ മാത്രമേ അവർ ബഹുമാനിക്കുകയുള്ളൂ. ദുർബലരെ അവിടെ ജീവിക്കാൻ പോലും അനുവദിക്കുകയില്ല. ഒരു യോസ ദുർബലനാണെന്നറിഞ്ഞാൽ ഉടനെ അവനെ കൊല്ലും. ശേഷം ഡെക്ക് എന്ന പേരുള്ള ഒരു യോസയെയാണ് കാണിക്കുന്നത്. അവൻ മലഞ്ചെരുവിലെ തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ സഹോദരൻ വാളുമായി അവനുമായി പോരാടാനായി തുടങ്ങുകയാണ്. സഹോദരൻ ഡെക്കിനോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. ഡെക്കിനെ ആരും കൊല്ലാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഡെക്കിനെ കൂടുതൽ ശക്തനാക്കാൻ അവൻ പോരാട്ട പരിശീലനം നൽകുന്നത്. വളരെ നേരം അവർ തമ്മിൽ പോരാട്ടം നടന്നെങ്കിലും ഡെക്കിനെ ഒരു പോരാട്ടത്തിലും അവനുമായി വിജയിക്കാനായി സാധിച്ചിരുന്നില്ല. കൂടുതൽ പരിശീലിക്കാൻ സഹോദരൻ പറയുമ്പോൾ ഡെക്ക് ഇപ്രകാരം പറഞ്ഞു: എനിക്കിതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ശക്തനാണ്. പക്ഷേ അച്ഛനും നിങ്ങൾക്കും അത് മനസ്സിലാവുന്നില്ല. ഞാൻ ശക്തനാണെന്ന് സ്വയം തെളിയിക്കും. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ ജീവിയെ ഞാൻ വേട്ടയാടി കൊണ്ടുവരും. അച്ഛൻ്റെ പേര് ഈ ഗ്രഹത്തിൽ മുഴുവൻ പ്രശസ്തമാക്കും. അപ്പോൾ അവൻ്റെ സഹോദരൻ പറഞ്ഞു: ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ കാലിസ് എന്ന രാക്ഷസനെ കൊല്ലുകയോ പിടിക്കുകയോ ചെയ്യുന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ്. നിനക്കവനെ കൊണ്ടുവരാൻ കഴിയുമോ? അവൻ്റെ അച്ഛന് പോലും അതിന് കഴിഞ്ഞിട്ടില്ലെന്ന് സഹോദരൻ പറയുമ്പോഴും ഡെക്ക വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ഡെക്കിൻ്റെ അച്ഛൻ അവിടേക്ക് വന്നു. ഡെക്കിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് അങ്ങേയറ്റം ദേഷ്യം വന്നു. അദ്ദേഹം മകനോട് പറഞ്ഞു: ഉടനെ അവനെ കൊന്നേക്കൂ. അവൻ എൻ്റെ പേരിന് ഒരു കളങ്കം മാത്രമാണ്. ഡെക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അച്ഛ, അങ്ങനെയല്ല. ഒരു ദിവസം ഞാൻ അങ്ങേക്കായി വലിയ വേട്ട നടത്തി അങ്ങയുടെ പേര് പ്രശസ്തമാക്കും. ഡെക്കിൻ്റെ അച്ഛൻ പരിഹാസത്തോടെ അവനെ നോക്കി. ഡെക്കിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വർദ്ധിപ്പിച്ചു. അദ്ദേഹം തൻ്റെ ലേസർ ഡ്രോപ്പുകൾ ഉപയോഗിച്ച് ഡെക്കിനെ ബന്ധിച്ചു. എന്നിട്ട് വീണ്ടും സഹോദരനോട് ഡെക്കിനെ കൊല്ലാനായി പറഞ്ഞു. ഡെക്കിൻ്റെ സഹോദരനെ വേറെ വഴിയില്ലായിരുന്നു. അച്ഛൻ്റെ വാക്ക് കേട്ട് അവൻ ലേസർ വാളെടുത്തു. പക്ഷേ ഡെക്കിനെ കൊല്ലുന്നതിനു പകരം അവൻ ഡെക്കിൻ്റെ കെട്ടുകൾ മുറിച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഡെക്കിനെ അവൻ തൻ്റെ സ്പേസ് ഷിപ്പിലേക്ക് കയറ്റി. ഡെക്കിൻ്റെ സഹോദരനോട് അച്ഛൻ ഒരുപാട് ദേഷ്യം വന്നു. അദ്ദേഹം അവൻ്റെ ഒരു കൈ വെട്ടിമാറ്റി. മറ്റേ കൈ കൊണ്ട് ഡെക്കിൻ്റെ സഹോദരൻ വീണ്ടും ഡെക്കിനെ സഹായിക്കാനായി ശ്രമിച്ചു. അവൻ കയ്യിലുണ്ടായിരുന്ന സ്പേസ് ഷിപ്പിൻ്റെ റിമോട്ട് ഉപയോഗിച്ച് ഡെക്കിൻ്റെ സ്പേസ് ഷിപ്പ് ജിന എന്ന ഗ്രഹത്തിലേക്ക് വിക്ഷേപിച്ചു. അതായത് എവിടെയൊക്കെയോ അവനെ തൻ്റെ സഹോദരനായ ഡെക്കിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇത്രയും വലിയ ശിക്ഷ അവൻ്റെ സഹോദരന് ലഭിക്കുമെന്ന് ഡെക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. ഡെക്കിനോടുള്ള ദേഷ്യത്തിൽ ഡെക്കിൻ്റെ അച്ഛൻ അവൻ്റെ സഹോദരനെ കൊന്നു. അതുകൊണ്ട് ഡെക്ക് തകർന്നുപോയി. ശേഷം കാണിക്കുന്നത് ഡെക്ക് ജിന എന്ന ഗ്രഹത്തിൽ എത്തുന്നതാണ്. ഗ്രഹത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ മർദ്ദം വളരെയധികം വർദ്ധിച്ചു. അവൻ്റെ സ്പേസ് ഷിപ്പിൻ്റെ എല്ലാ ഗ്ലാസുകളും തകർന്നുപോയി. രക്ഷപ്പെടാൻ ഡെക്ക് ഒരു ക്യാപ്സൂളിലിരുന്നു. അവൻ്റെ പേടകം ജിനയിലെ വനങ്ങളിൽ ഇടിച്ചിറങ്ങി. ഡെക്ക് ഒരു യോസ്ത ആയതുകൊണ്ട് താൻ വളരെ ശക്തനാണെന്ന് കരുതിയിരുന്നു. പോരാടാൻ വേണ്ടി പലതരം ആയുധങ്ങൾ അവൻ്റെ വസ്ത്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിന എന്ന ഗ്രഹം തൻ്റെ ചിന്തകളേക്കാൾ വലിയ അപകടകാരിയാണെന്നും ഇവിടെയുള്ള ചെടികൾ പോലും രാക്ഷസന്മാരാണെന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചെടികൾ അവനെ ആക്രമിക്കുകയും അവൻ്റെ സ്യൂട്ടിൽ നിന്ന് എല്ലാ ആയുധങ്ങളും എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ചെടികളുടെ വലിയ വള്ളികൾ ഡെക്കിനെ ആക്രമിക്കുകയാണ്. ഡെക്ക് തൻ്റെ കയ്യിലെ ലേസർ വാൾ ഉപയോഗിച്ച് ഈ വള്ളികളെ വളരെ ബുദ്ധിമുട്ടി മുറിച്ചു മാറ്റി. അങ്ങനെ മുന്നോട്ട് പോയി. വഴിയിൽ നിരവധി ചെടികൾ അവനെ ആക്രമിച്ചു. ചിലതവൻ്റെ കാൽ ബന്ധിച്ചു, ചിലതവനെ പിടിക്കാനായി ശ്രമിച്ചു. എന്നാൽ എല്ലാ വള്ളികളെയും മുറിച്ചു മാറ്റിയ ശേഷം ഡെക്ക് ഒടുവിൽ വനത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ ഡെക്കിനെ ഒരുപാട് മുറിവേറ്റിരുന്നു. അവൻ ആദ്യം തൻ്റെ മുറിവുകൾ പരിചരിച്ചു. എന്നിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാലിസിക്കിനെ പിടിക്കാൻ ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് അവനറിയില്ലായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ അവനെ ധാരാളം പൂക്കളുമായി പോരാടേണ്ടി വന്നു. അവ അവൻ്റെ അടുത്തെത്തുമ്പോൾ അവൻ ഉപദ്രവിക്കാനായി വാ തുറന്നു. ഈ ഗ്രഹത്തിലെ ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കണമെന്ന് ഡെക്കിന് മനസ്സിലായി. അപ്പോഴാണ് കുറച്ചകലെയായി മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നത്. അവളുടെ പേര് ദിയ എന്നായിരുന്നു. ദിയ ഡെക്കിനെ അവളുടെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു: നിങ്ങൾ ഇവിടുത്തുകാരനല്ലെന്ന് മനസ്സിലായി. നിങ്ങളിവിടെ എന്തിനാണ് വന്നത്? ഡെക്ക് ദിയയോട് പറഞ്ഞു: ഞാൻ യോസ ഗ്രഹത്തിൽ നിന്നാണ് വന്നത്. ഞാനൊരു യോസയാണ്. ഇവിടെ കാലസിക് എന്ന രാക്ഷസനെ വേട്ടയാടാൻ വന്നതാണ്. ഞാൻ ഏറ്റവും ശക്തനാണെന്ന് എൻ്റെ യോസ ഗ്രഹത്തിൽ തെളിയിക്കാൻ, ദിയ പറഞ്ഞു. ഈ ആഗ്രഹം എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ വനം ഈ ഗ്രഹത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാനോ അതിജീവിക്കാനോ കഴിയുമെന്ന്.
നിങ്ങളെ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം, കാരണം എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് നന്നായി അറിയാം. പക്ഷേ ഡക്ക് പറഞ്ഞു, ഇല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അവൾ പറഞ്ഞു, ഒന്ന് ആലോചിക്കൂ, കാലസിക്കൻ്റെ അടുത്തെത്താനുള്ള വഴിയും എനിക്കറിയാം. ആ പെൺകുട്ടിയെ അവിടെ നിന്നും രക്ഷിച്ചു. അപ്പോഴാണ് അവൾ മനുഷ്യനല്ല, മനുഷ്യൻ്റെയും യന്ത്രത്തിൻ്റെയും കോംബോ ആണെന്ന് അവൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി താനിവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് ദിയ ഡക്കിനോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്ത് പറക്കുന്ന ഒരു ഡ്രാഗൺ വന്ന് ഡക്കിനെ ആക്രമിക്കുകയാണ്. അതിൻ്റെ ആക്രമണത്തിൽ ഡക്ക് ബോധരഹിതനായി. ഇത് കണ്ട് ദിയ തൻ്റെ കൈകൾ ഉപയോഗിച്ച് ആ ഡ്രാഗനെ കൊന്നു. ശേഷം അവൾ ഡക്കിനെ വിളിച്ചുണർത്തി. ഇപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഞാനില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന്. അതോടെ ഡക്ക് ദിയയെ തൻ്റെ പിന്നിൽ കെട്ടിത്തൂക്കിയിട്ടു. നടന്നു പോകുമ്പോൾ അവർക്ക് ഒരു നദി മുറിച്ചു കടക്കണമായിരുന്നു. അതിൽ ക്രൂരന്മാരായ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവ അവരെ ആക്രമിക്കുമായിരുന്നു. പക്ഷേ ഈ മത്സ്യങ്ങളെയെല്ലാം മാനസികമായി നിയന്ത്രിക്കാൻ ദിയയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്ക് സുരക്ഷിതമായി ഈ നദിയും കടക്കാനായി സാധിച്ചു. നദി കടന്ന് അവർ കുറച്ചുകൂടി സുരക്ഷിതമായ വനത്തിലേക്കെത്തി. ഡക്ക് എളുപ്പത്തിനായി അവിടെ നിന്ന് വള്ളികൾ പറിച്ചെടുത്ത് ആ വള്ളികൾ ഉപയോഗിച്ച് ദിയയെ തന്നോടൊപ്പം കെട്ടിയിട്ടു. എന്നിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത ശേഷം അവർ രാത്രിയിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. ദിയ ഡക്കിനോട് തന്നെക്കുറിച്ച് പറഞ്ഞു. ഈ ഗ്രഹത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ ഭൂമിയിലെ മനുഷ്യരാണ് അവരെ ഇവിടേക്ക് അയച്ചത്. കാലസിക് എന്ന രാക്ഷസനെ വേട്ടയാടാനുള്ള ദൗത്യമാണ് അവർക്കും ലഭിച്ചിരുന്നത് എന്നവൾ പറഞ്ഞു. മനുഷ്യർ വളരെ ദുർബലരാണ്, അവർക്കിവിടെ അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് മനുഷ്യരും യന്ത്രങ്ങളും ചേർന്ന് സിന്തറ്റിക്കുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങളെപ്പോലെയുള്ള ജീവികളെ സൃഷ്ടിച്ചു. ഞാൻ എൻ്റെ സഹോദരി തീസയോടൊപ്പമാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ എത്തിയ ഉടനെ തന്നെ കാലസിക് എന്ന രാക്ഷസൻ ഞങ്ങളുടെ സ്പേസ് ഷിപ്പിനെ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ എൻ്റെ കാലുകൾ ഒടിഞ്ഞുപോയി. ഞങ്ങൾ 2 സഹോദരിമാരും വേർപെട്ടു. അതിനുശേഷം 2 വർഷമായി ഞാൻ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ശേഷം കാണിക്കുന്നത് ദിയയുടെ സഹോദരിയായ തീസയെയാണ്. അവളിപ്പോൾ തൻ്റെ സ്പേസ് ഷിപ്പിനുള്ളിലാണ്. അവൾ തൻ്റെ സ്പേസ് ഷിപ്പിനുള്ളിൽ തൻ്റെ റോബോട്ടിക് ശരീരം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ സ്പേസ് ഷിപ്പിലെ ഒരു അറയിലായിരുന്നു. ഇവിടെ ധാരാളം റോബോട്ടിക് കൈകൾ തീസയെ നന്നാക്കുന്നുണ്ടായിരുന്നു. തീസയും ഉടൻ തന്നെ ദിയയെ കണ്ടെത്താൻ ആഗ്രഹിച്ചിരുന്നു. അവൾക്ക് ദിയയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പ്രഭാതമാണ്. ഈ സമയത്ത് ഡക്കും ദിയയും കാലസിക്കിൻ്റെ താവളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വഴിയിൽ അവർക്ക് മൂർച്ചയുള്ള ചെടികളുള്ള വയലിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. ഈ വയലുകളിലാണ് വളരെ വലിയ രാക്ഷസന്മാരും ഉണ്ടായിരുന്നത്. ഈ രാക്ഷസന്മാരെ ഒഴിവാക്കണമെന്ന് ദിയ ഡക്കിനോട് പറഞ്ഞു. കാരണം ഇവർ കാലസിക്കിൻ്റെ രക്ഷകരാണ്. അവർ ഇതെല്ലാം സംസാരിക്കുന്നതിനിടയിൽ കുരങ്ങനെ പോലെ ചാടിമറിഞ്ഞ് ഒരു ചെറിയ ജീവി അവരുടെ പക്കലേക്ക് വന്നു. അത് ഡക്കിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥലം കടന്നുപോകാൻ ഞാൻ സഹായിക്കാം. പക്ഷേ ഡക്കിനെ ഇപ്പോൾ മറ്റാരുടെയും സഹായം ആവശ്യമില്ലായിരുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ ആ കാലസിക്കിൻ്റെ ഗാർഡായ ആ ഭീകരജീവി അവരെ ആക്രമിക്കാൻ വന്നു. അതവരെ മൂവരെയും വിഴുങ്ങുന്നതിന് മുൻപ് കൃത്യസമയത്ത് ഡക്ക് തൻ്റെ ലേസർ വാൾ ഉപയോഗിച്ച് രാക്ഷസനെ 2ആയി കീറിമുറിച്ചു. അവർ ഓടി രക്ഷപ്പെടുന്നതിന് മുൻപ് വലിയ ടെൻഡക്കിളുകളുള്ള മറ്റൊരു ഭീകരജീവി അവരെ ഇരുവരെയും തൻ്റെ ടെൻഡക്കുകളിൽ പിടിച്ച് ഉയർത്തുകയാണ്. ഈ ജീവി അവരെ തിന്നുന്നതിന് മുൻപ് നേരത്തെ കണ്ട ആ ചെറിയ ജീവി രാക്ഷസൻ്റെ ടെൻഡക്കുളുകളിൽ മുറിച്ച് അവരെ രക്ഷിച്ചു. ദേഷ്യത്തോടെ ആ ഭീകരജീവി ഇപ്പോൾ ആ ചെറിയ ജീവിയെ പിടികൂടുകയാണ്. അത് അവനെ തിന്നുന്നതിന് മുൻപ് ഡക്ക് ധൈര്യത്തോടെ ചാടി ആ രാക്ഷസൻ്റെ ടെൻഡക്കിൽ കുടുങ്ങിയ ഒരു മരം ഒടിച്ചിടുകയാണ്. ആ മരം ആ ജീവിയുടെ മേൽ വീണു. മറുവശത്ത് നിന്ന് ഡക്കും ചാടി വന്ന് ആ രാക്ഷസൻ്റെ കണ്ണിൽ ആക്രമണം നടത്തി അതിനെ കൊന്നു. അങ്ങനെ ഒടുവിൽ മൂവരുടെയും ജീവൻ രക്ഷപ്പെട്ടു. അവർ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മറുവശത്ത് തൻ്റെ സഹോദരി ദിയയെ കണ്ടെത്താൻ വനത്തിലേക്കിറങ്ങിയ തിസയെ കാണിക്കുകയാണ്. ഡക്കിൻ്റെ സ്പേസ് ഷിപ്പ് പിടിച്ചിറങ്ങിയ സ്ഥലത്ത് അവൾ എത്തിയിരുന്നു. ഈ സ്പേസ് ഷിപ്പ് യോസ എന്ന ഗ്രഹത്തിൽ നിന്നാണ് വന്നതെന്നും അവിടെ ഒരു യോസ ഉണ്ടെന്നും അവൾ മനസ്സിലാക്കി. അവിടം പരിശോധിച്ച ശേഷം തൻ്റെ സഹോദരിയും ആ യോസയോടൊപ്പമാണെന്ന് അവൾ മനസ്സിലാക്കി. ആ രാത്രിയിൽ ഡക്കും കൂട്ടരും തീ കായുകയായിരുന്നു. ഡക്കിനും ആ ചെറിയ ജീവിക്കും എന്തെങ്കിലും കഴിക്കണമായിരുന്നു. അതുകൊണ്ട് അവർ ഇരുവരും അവരവർക്ക് വേണ്ടി വേട്ടയാടി. പക്ഷേ താനൊരു സിന്തറ്റിക് റോബോട്ട് ആയതുകൊണ്ട് തനിക്ക് വിശക്കുന്നില്ലെന്ന് ദിയ പറഞ്ഞു. അതിനുശേഷം ദിയ ഡക്കിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഡക്ക് പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. എനിക്ക് ഞാൻ ശക്തനാണെന്ന് തെളിയിക്കണമായിരുന്നു. അതിൽ എൻ്റെ സഹോദരൻ എന്നെ പിന്തുണച്ചു. അവൻ എന്നെ സ്പേസ് ഷിപ്പിൽ കയറ്റി ജിന്ന എന്ന ഗ്രഹത്തിലേക്ക് വിക്ഷേപിച്ചു. പക്ഷേ പിന്നിൽ നിന്ന് എൻ്റെ അച്ഛൻ എൻ്റെ സഹോദരനെ കൊന്നുകളയുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ സഹോദരന് വേണ്ടി ഞാൻ ആ രാക്ഷസനെ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അച്ഛന് മുൻപിൽ ഞാനും എൻ്റെ സഹോദരനും ധൈര്യശാലികളായിരുന്നു എന്നെനിക്ക് തെളിയിക്കണം. അതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്തും തീസ ഡക്കിൻ്റെ സ്പേസ് ഷിപ്പിനുള്ളിലായിരുന്നു. അവളവിടെ ഡക്കിൻ്റെ ആയുധങ്ങൾ കണ്ടു. എല്ലാത്തിനെയും മഞ്ഞാക്കി മാറ്റാൻ കഴിയുന്ന ആയുധമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
ആ ആയുധത്തോടൊപ്പം അവൾ എല്ലാ ആയുധങ്ങളും തൻ്റെ കൂടെ കൊണ്ടുപോയി. അങ്ങനെ നേരം വെളുത്തു. അവർ വീണ്ടും യാത്ര തുടർന്നു. നടന്നവർ തകർന്നു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ദിയയ്ക്ക് ഓർമ്മ വന്നു, ഇത് അവരുടെ ബേസായിരുന്നു. കാലിസക്കും അവൻ്റെ കൂട്ടാളികളും ഇത് നശിപ്പിച്ചതാണ്. ഈ ബേസിൽ വേർപെട്ടു പോയിരുന്ന ദിയയുടെ കാലുകളുണ്ടായിരുന്നു. അവൾ ലാബിനുള്ളിലേക്ക് പോയി. ശേഷം അവൾ തൻ്റെ കാലുകൾ തൻ്റെ ശരീരത്തിൽ ചേർക്കാനായി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അവൾ ഡക്കിനോട് മാപ്പ് ചോദിച്ചു. എനിക്ക് എൻ്റെ കാലുകളുടെ അടുത്തെത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ ഉപയോഗിച്ചത്. എനിക്ക് കാലസിക്കിനെ കുറിച്ചറിയില്ല. അവനടുത്തെത്താൻ എനിക്ക് നിങ്ങളെ സഹായിക്കാനും കഴിയില്ല. ഇത് കേട്ട് ഡക്കിനെ ദേഷ്യം വന്നു. അവൻ ഭ്രാന്തനായി. ദിയെ തന്നെ ചതിച്ചു. അതിനു മറുപടിയായി ദിയെ തിരിച്ചവനോട് പറഞ്ഞു, കാലസിക് എന്തായാലും വളരെ അപകടകാരിയാണ്. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവനോട് പോരാടാൻ കഴിയില്ല. എൻ്റെ വാക്ക് കേട്ട് നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോവുക. അവളുടെ വാക്കുകൾ കേട്ട് ഡക്ക് അവളോട് പറഞ്ഞു, നോക്കിക്കോ, നിങ്ങളുടെ ചതിക്ക് ഞാൻ നിങ്ങളോട് തീർച്ചയായും പകവീട്ടും. ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവൻ്റെ മുൻപിൽ വലിയൊരു ജീവി പ്രത്യക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇതായിരുന്നു അവർ അന്വേഷിച്ചിരുന്ന കാലസിക് എന്ന ആ ഒരു ഭീകരജീവി. ഇതിൻ്റെ വായ അത്ര ഭീകരമായിരുന്നു. അത് വായ തുറന്നപ്പോൾ ഡക്കിൻ്റെ അരക്കെട്ടിൻ്റെ വലിപ്പമുണ്ടായിരുന്നു. അത് ഡക്കിനെ ആക്രമിക്കുന്നതിന് മുൻപ് ഡക്ക് തൻ്റെ ലേസർ വാൾ ഉപയോഗിച്ച് അതിനെ ആക്രമിക്കുകയും അതിൻ്റെ അടിയിലൂടെ കടന്നുപോയി അതിനെ കീറി മുറിക്കുകയും ചെയ്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. സ്വയം സുഖപ്പെടുത്താനുള്ള ശക്തി കാലസിക്കിനുണ്ടായിരുന്നു. ഡക്ക് നടത്തിയ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും ഒരു സെക്കൻഡിനുള്ളിൽ കാലസിക്ക് സ്വയം സുഖം പ്രാപിച്ചു. ദേഷ്യം വന്ന ഡക്ക് അതിൻ്റെ വാൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. എന്നിട്ട് അതിവേഗത്തിൽ അതിൻ്റെ കഴുത്തിലും ആക്രമിച്ചു. അവൻ അതിൻ്റെ തല അതിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. പക്ഷേ കാലസിക് അതേ സമയം തന്നെ അതിൻ്റെ വായും തലയും വീണ്ടും ശരീരത്തോട് ചേർത്തു. അവൻ അനശ്വരനായിരുന്നു. എളുപ്പം കൊണ്ടൊന്നും അവനെ കൊല്ലാനായി സാധിക്കില്ല. ഒടുവിൽ ഡക്ക് ഒരു ചങ്ങല ഉപയോഗിച്ച് കാലസിക്കിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കാലസിക്ക് അവനെ കീഴടക്കി. അവനെ കൊല്ലാൻ കഴിയുമായിരുന്നു. പക്ഷേ വളരെ വിചിത്രമായൊരു കാര്യം സംഭവിച്ചു. അവൻ ഡക്കിനെ മണത്ത് നോക്കിയ ശേഷം അവനെ വെറുതെ വിട്ടു. കാലസിക്ക് തന്നെ എന്താണ് വെറുതെ വിട്ടതെന്ന് ഡക്കിനും അത്ഭുതമായിരുന്നു. ഈ സമയത്ത് അവിടെ എത്തിയിരുന്ന തീസയും ഇത് കണ്ടിരുന്നു. തീസയ്ക്കും ആശ്ചര്യമായി, എന്തുകൊണ്ടാണ് കാലസിക്ക് ഡക്കിനെ വെറുതെ വിട്ടതെന്ന്. എന്നിരുന്നാലും അവൻ ആ സമയത്ത് അതിൻ്റെ പിടിയിലായിരുന്നു. കാലസിക് അവരെ ആക്രമിക്കാൻ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തീസ ഡക്കിൻ്റെ സ്പേസ് ഷിപ്പിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ആയുധം ഉപയോഗിച്ച് അവരെ മഞ്ഞാക്കി മാറ്റി. അങ്ങനെ അവൾ ഫ്രീസ് ചെയ്ത് ഇരുവരെയും പിടികൂടി. ലാബിൽ കൊണ്ടുവന്ന ശേഷം അവൾ കാലസിക്കിനോടൊപ്പം ഡക്കിൻ്റെ മേലും പരീക്ഷണങ്ങൾ തുടങ്ങി, അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ. ഇതുകാരണം അവൾ തൻ്റെ സഹോദരി ദിയയെ ഒഴിവാക്കി. ദിയയ്ക്ക് അവളുടെ ശരീരം കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ട് ദിയയ്ക്ക് തീസയോടും ദേഷ്യമായിരുന്നു. ഡക്കാണെങ്കിൽ നേരത്തെ തന്നെ ദിയയോട് ദേഷ്യത്തിലായിരുന്നു. അവൻ പറയുന്നു, നീ എന്നെ ചതിച്ചു. നീ കാരണമാണ് ഞാനിവിടെ കുടുങ്ങിപ്പോയത്. ഇവിടെ സന്തോഷവതിയായിരിക്കുന്നത് തീസ മാത്രമാണ്. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇരുവരെയും പിടിച്ച കാര്യം അമ്മ അറിയുമ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമാകും. തീസയെയും ദിയയെയും ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനെയാണ് അവർ അമ്മ എന്ന് വിളിച്ചിരുന്നത്. ഈ സമയം ദിയ തീസയോട് പറഞ്ഞു, നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം കാലസിക്കിനെ പിടിക്കുക എന്നത് മാത്രമായിരുന്നു. നമ്മൾ എന്തിനാണ് ഡക്കിനെ പിടിച്ചത്? അവനെ വിട്ടേക്കൂ. അവൻ എൻ്റെ ജീവൻ രക്ഷിക്കുകയും എന്നെ ഇവിടെ വരെ എത്തിക്കുകയും ചെയ്തവനാണ്. ഈ സമയം തീസ ദിയയുടെ ഒരു വാക്കും കേട്ടിരുന്നില്ല. പൂർണ്ണമായും അവളുടെ ജോലിയിൽ ശ്രദ്ധിച്ചിരുന്നു. ഡക്കിൻ്റെ രക്തസാമ്പിളുകൾ എടുത്ത ശേഷം തീസ അത് പരിശോധിക്കാനായി പോയി. ഈ സമയത്ത് അവരെ നിരീക്ഷിക്കാൻ തീസയുടെ ഒരു റോബോട്ട് വന്നു. അതിനെ ദിയ സംസാരത്തിൽ കുടുക്കി. അതുവഴി ഡക്കിനെ സ്വതന്ത്രനാക്കി. തീസ തൻ്റെ സ്പേസ് ഷിപ്പ് ഭൂമിയിലേക്ക് പോകാൻ വിക്ഷേപിച്ചിരുന്നുവെന്നും അവൾ 2 അന്യഗ്രഹ ജീവികളെ കൊണ്ടുവരുന്നുണ്ടെന്ന് അവൾ ഭൂമിയിൽ വിവരമറിയിച്ചിരുന്നുവെന്നും അവർ മനസ്സിലാക്കി. എന്നാൽ ഡക്ക് രക്ഷപ്പെട്ടതുകൊണ്ട് അവൻ ആ സ്പേസ് ഷിപ്പിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി. ഡക്ക് ഉടൻ തന്നെ തൻ്റെ സ്പേസ് ഷിപ്പിലേക്ക് വന്ന് തൻ്റെ ആയുധങ്ങൾ എടുക്കുകയും സ്പേസ് ഷിപ്പ് വീണ്ടും തയ്യാറാക്കാൻ തുടങ്ങുകയും ചെയ്തു, തീസയെ പിന്തുടർന്ന് കാലസിക്കിനെ സ്വന്തമാക്കാൻ വേണ്ടി. പക്ഷേ എപ്പോഴേക്കും തീസ ഡക്ക് രക്ഷപ്പെട്ട കാര്യം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവൾ അവനെ വീണ്ടും പിടിക്കാനായി തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഇപ്രാവശ്യം അവൾ തൻ്റെ റോബോട്ടുകളുടെ സൈന്യത്തോട് പറഞ്ഞു, ഡക്ക് ഇങ്ങനെ ചെയ്തതിനാൽ അവനെ കൊന്നുകളയണം. മരിച്ചാലും അവൻ്റെ ശരീരം ഭൂമിയിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ബഹുമതികൾ ലഭിക്കും. ഈ നേരത്ത് അവൾ ഭൂമിയിൽ നിന്നും കിട്ടിയിരുന്ന നിർദ്ദേശപ്രകാരം ദിയയെയും കൊന്നുകളയാൻ പദ്ധതിയിട്ടിരുന്നു. തീസയുടെ ഈ ഗൂഢാലോചനയിൽ തീരെ താല്പര്യമില്ലാതിരുന്ന ദിയ ഡക്കിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു സിന്തറ്റിക്കുകളെയും റോബോട്ടുകളെയും തടയാനായി ശ്രമിച്ചു. അവളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടിരുന്ന അവളുടെ കാലുകൾ അവളുടെ മനസ്സുമായി ബന്ധിപ്പിച്ചിരുന്നു. അതിപ്പോൾ ദിയയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയാണ്. അങ്ങനെ നിരവധി സിന്തറ്റിക്കുകളെയും റോബോട്ടുകളെയും കൊലപ്പെടുത്തി. ദിയയും ഈ നേരത്ത് ധാരാളം റോബോട്ടുകളുമായി പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ രക്ഷപ്പെട്ട് പുറത്തു വന്ന ദിയ അവളുടെ കാലുകൾ സ്വയം കൂട്ടിച്ചേർത്തു. അവളുടെ ശരീരം പൂർവ്വസ്ഥിതിയിലാക്കി.
അതിനുശേഷം അവൾ അവളുടെ സഹോദരിയായ തീസയുമായി പോരാടാനൊരുങ്ങുകയാണ്. തീസയുമായി പോരാടുന്നത് എളുപ്പമായിരുന്നില്ല. കാരണം തീസ ഒരു വലിയ റോബോട്ടിനുള്ളിൽ കയറിയിരുന്നു. ഈ റോബോട്ട് വളരെ ശക്തനും വളരെ വലുതുമായിരുന്നു. തീസ അതിനുള്ളിലിരുന്നാണ് ഈ റോബോട്ടിനെ നിയന്ത്രിച്ചിരുന്നത്. ഈ ഒരു സമയത്ത് ഡെക്കിൻ്റെ പക്കലേക്ക് ആ ഒരു ചെറിയ ജീവി എത്തിയിരുന്നു. അത് ഡെക്കിനോട് പറഞ്ഞു, ഞാനും കാലിസക്കാണ്. ഞാൻ ഭീകരജീവിയായ കാലിസക്കിൻ്റെ മകനാണ്. ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. ഡെക്ക് അവനെ തൻ്റെ കൂടെ കൂട്ടി തീസയുടെ സ്പേസ് ഷിപ്പിനടുത്തേക്ക് പോയി. അവിടേക്ക് വരുന്നതിന് മുൻപ് അവൻ വനത്തിൽ നിന്ന് ചില അപകടകരമായ ചെടികളെടുത്ത് സ്വയം ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് അവൻ തീസയുടെ പല സിന്തറ്റിക് റോബോട്ടുകളെയും കൊലപ്പെടുത്തി. അവൻ എല്ലാവരെയും കൊല്ലുന്നതിന് മുൻപ് തീസ വലിയ റോബോട്ടിലിരുന്ന് അവൻ്റെ മുന്നിലേക്ക് വന്നു. അവളുടെ വലിയ ചെയിൻസോ പോലുള്ള കൈകൾ ഉപയോഗിച്ച് ഡെക്കിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഡെക്ക് സർവ്വശക്തിയുമെടുത്ത് അവളോട് പോരാടാനും രക്ഷപ്പെടാനുമായി ശ്രമിക്കുകയാണ്. പക്ഷേ പരാജയപ്പെട്ടു. ഇതിനിടയിൽ ദിയ ഒരു റോബോട്ടിനെ കൊലപ്പെടുത്തി അതിൻ്റെ ലെൻസ് ഉപയോഗിച്ച് കാലിസക്കിനെ പൂട്ടിയിട്ടിരുന്ന അതിൻ്റെ അറ തുറന്നിരുന്നു. ഡെക്കിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ഈ ജീവിയെ സ്വതന്ത്രനാക്കിയത്. ബന്ധനത്തിൽ ദേഷ്യം കൊണ്ട് ഭ്രാന്തനായിരുന്ന കാലിസക്ക് പുറത്തു വന്ന് ആ റോബോട്ടിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. ഈ റോബോട്ടിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു. എന്നിട്ട് റോബോട്ടിൻ്റെ മുകളിലെ അറ തകർത്ത് അവൻ തീസയെ പുറത്തെടുത്ത് വിഴുങ്ങി. ഈ സമയത്ത് പോരാട്ടത്തിൽ തങ്ങൾ വിജയിച്ചതായി അവർക്ക് തോന്നി. അവർക്ക് സമാധാനമായി. ഡെക്ക് കാലിസക്കിൻ്റെ മകനെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവനെ കണ്ടപ്പോൾ കാലിസക്ക് വളരെ സന്തോഷവാനായി. ഈ നേരത്താണ് ഒരു കാര്യം വെളിപ്പെടുന്നത്. കാലിസക്ക് ഡെക്കിനെ കൊല്ലാതിരുന്നത് ഡെക്കിൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ മകൻ്റെ മണം അവനെ വരുന്നുണ്ടായിരുന്നത് കൊണ്ടാണ്. അവൻ കുറച്ചു കാലമായി തൻ്റെ മകനെ തിരയുകയായിരുന്നു. ഡെക്കിനോട് കാലിസക്ക് സ്നേഹം പ്രകടിപ്പിച്ചു. കാലിസക്ക് ഇപ്പോൾ ദിയയെയും കണ്ടുമുട്ടി. അവളോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. കാലിസക്ക് വളരെ ശക്തനായിരുന്നെങ്കിലും ദയയുള്ളവനായിരുന്നു. അവരുടെ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലിസക്ക് ഫ്രീസായി. ഇത് ചെയ്തത് തീസയായിരുന്നു. അവളിപ്പോഴും കാലിസക്കിൻ്റെ ശരീരത്തിനുള്ളിൽ ജീവനോടെയുണ്ടായിരുന്നു. എല്ലാവരെയും ഫ്രീസാക്കുന്ന ഡെക്കിൻ്റെ ആയുധം അവളുടെ കൈവശമുണ്ടായിരുന്നു. അതാണ് അവൾ കാലിസക്കിനെ ഫ്രീസാക്കാൻ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം തീസ ഐസുകൊട്ടയായ ഈ രാക്ഷസനെ തകർത്ത് അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. ദേഷ്യത്തോടെ അവൾ ദിയയെ കൊലപ്പെടുത്താനൊരുങ്ങി. എന്നാൽ ഈ ഒരു സമയത്ത് പുറകിൽ നിന്നും ഡെക്ക് അവളെ ആക്രമിക്കുകയും അവളെ ദുർബലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് കാലിസക്കിൻ്റെ കുട്ടി അവളുടെ കഴുത്ത് അവളുടെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി അവളെ കൊന്നു. കാലിസക്ക് മരിച്ചതുകൊണ്ട് അവൻ ദിയയെയും കാലിസക്കിൻ്റെ കുട്ടിയായ ആ ചെറിയ രാക്ഷസനെയും കൂട്ടി തൻ്റെ ഗൃഹമായ യോസയിലേക്ക് പോയി. അവൻ തൻ്റെ അച്ഛൻ്റെ മുൻപിലേക്ക് ചെന്നു. ഇന്നും അവൻ്റെ അച്ഛൻ അവനെ കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് പോകൂ, എന്തിനാണ് വീണ്ടും ഇവിടെ വന്നത്? ഇത് കേട്ട് ഡെക്ക് പറഞ്ഞു, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങയുടെ പ്രൗഢി ഉയർത്താനാണ്. ഞാൻ ആരെയാണ് കൊണ്ടുവന്നതെന്ന് നോക്കൂ. ഞാൻ 2 അനുഗ്രഹജീവികളെ വേട്ടയാടി കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നിങ്ങൾ എന്നെ ഗോത്രത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരും. എന്നാൽ ഡെക്കിനെ അവൻ്റെ അച്ഛന് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ 2 യോസ്തകളെ ഡെക്കിനെ കൊല്ലാനായി അയച്ചു. പക്ഷേ ഡെക്ക് വലിയ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഇവിടേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ അവനെ ഈ 2 യോസ്തകളുമായി പോരാടുന്നത് വലിയ കാര്യമല്ലായിരുന്നു. അവൻ വളരെ എളുപ്പത്തിൽ ഒരേ സമയം ഇരുവരുമായി പോരാടി. ഇരുവരെയും തോൽപ്പിച്ചു. പക്ഷേ എന്നിട്ടും അവൻ്റെ അച്ഛൻ അവനോട് ദയ കാണിച്ചിരുന്നില്ല. അദ്ദേഹം സ്വയം അവനുമായി പോരാടാൻ മുന്നോട്ട് വന്നു. ഡെക്കിനുള്ളിൽ ദേഷ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും തീ നിറഞ്ഞു. കോപാകുലനായവൻ അച്ഛനുമായി പോരാടി അദ്ദേഹത്തെ തോൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് തൻ്റെ വാൾ കുത്തിയിറക്കുകയും ചെയ്തു. അവനൊപ്പം അവിടേക്ക് വന്നിരുന്ന കാലിസക്കിൻ്റെ കുട്ടി ഇതിനോടകം തന്നെ വളരെ വളർന്നിരുന്നു. അത് അയാളുടെ തല കടിച്ചെടുത്തു. ഡെക്കിൻ്റെ അച്ഛനായിരുന്നു അവരുടെ ഗോത്രത്തിൻ്റെ നേതാവ്. പക്ഷേ ഡെക്ക് അദ്ദേഹത്തെ കൊന്നതുകൊണ്ടും ഡെക്കിൻ്റെ സഹോദരൻ നേരത്തെ മരിച്ചതുകൊണ്ടും ഇപ്പോൾ ഡെക്ക് അവരുടെ ഗോത്രത്തിൻ്റെ നേതാവായി മാറിയിരിക്കുന്നു. ഡെക്ക് 2 അനുഗ്രഹജീവികളെ കൊണ്ടുവന്നതുകൊണ്ട് എല്ലാവരും അവനെ ബഹുമാനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് മറ്റൊരു പേടകം കടന്നു വരുന്നത്. ആരാണ് വരുന്നതെന്ന് എല്ലാവരും കൺഫ്യൂഷനിലായി. അപ്പോൾ ഡെക്ക് എല്ലാവരോടും പറഞ്ഞു, അതിനുള്ളിലുള്ളത് എൻ്റെ അമ്മയാണ്. നിഗൂഢമാർന്ന ഈ സംഭാഷണത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.